ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്ന് രാവിലെ പിള്ളേർ രണ്ടുപേരും കൂടെ 5:30 എണീറ്റു. വൈ എത്ര പറഞ്ഞിട്ടും അവർ തിരിച്ച് ഉറങ്ങാൻ പോകുന്നില്ലായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടുപേരും എണീറ്റു. സോ ഐ വാസ് ലൈക്ക് മൈറ്റ് ആസ് വെൽ ജസ്റ്റ് ഗെറ്റ് അപ്പ്. ഒരു കുറച്ച് നേരം കൂടെ ഒക്കെ കിടന്നു നോക്കി, പക്ഷേ എവട്ടെ ഒരു രക്ഷയില്ല ഉറങ്ങാനായിട്ട്. സോ ദെൻ ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് നേരത്തെ എണീറ്റു. സോ ഇറ്റ്സ് എ വെരി ലൈക്ക് ഏർലി ഡേ ഫോർ അസ്. പക്ഷെ നേരത്തെ എണീക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, കാരണം കുറേ ഉണ്ട് പോലെ. അപ്പം പയ്യൊക്കെ എല്ലാം ചെയ്യാം, നമുക്കിങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ലൈക്ക് നൗ ഇറ്റ്സ് ഓൺലി 7:50 ആൻഡ് ഹലോ മാക്സ് 7:50 ആയിട്ടുള്ളൂ. ആൻഡ് വി ഫുള്ളി ഡൺ. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഡൺ ആൻഡ് ലഞ്ച് പാക്കിംഗ് ഇസ് ഡൺ ആൻഡ് ഞങ്ങൾ ഫുള്ളി റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മതി. സോ ഐ എം തിങ്കിങ് നല്ല വെതറും കൂടിയാണ്. സോ ഐ എം തിങ്കിങ് വിൽ ഓൾസോ ജസ്റ്റ് വാക്ക് ടു സ്കൂൾ. സോ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഹൈ മാക്സ്. അപ്പോൾ എന്തായാലും ഇന്ന് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് എ വെരി ബിസി ഡേ. ഐ ഹാവ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് സ്റ്റഫ് ഡൺ. സോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സ്ക്രീൻ ടൈം നല്ലപോലെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇപ്പോഴത്തെ റൂള് രാവിലെ എണീക്കുമ്പം ടി വിയേ പാടില്ല. ലൈക്ക് നോ ടി വി അറ്റ് ഓൾ അൺടിൽ എവറിത്തിങ് ഇസ് ഡൺ. സോ ലൈക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അവരുടെ ഗെറ്റിംഗ് റെഡി എല്ലാം കഴിയുമ്പോഴത്തേനും ടൈം ഉണ്ടെങ്കിൽ ദേ കൻ വാച്ച് എ ബിറ്റ് ഓഫ് ടി വി. അപ്പം കാര്യങ്ങൾ വേഗം നടക്കുകയും ചെയ്യും, ബിക്കോസ് അവർക്കും ടി വി കാണാനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ആൻഡ് നമുക്കും സമാധാനം. സോ ഇപ്പോൾ അവരുടെ ടി വി ടൈമാണ്, ആ സമയത്ത് ഞാൻ അവരെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ എനിവേസ് ഇപ്പം ഇറങ്ങാൻ ടൈമായി, കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. സോ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാമെല്ലാം ക്ലീൻ ചെയ്തു. സോ പ്രാം ലുക്സ് സോ ഗുഡ്. അപ്പോൾ എന്തായാലും ഇറങ്ങട്ടെ. ഓക്കെ കം ഓഫ് ടി വി ടൈം. ബാ കം ഓൺ ലെറ്റ്സ് ഗോ. Zara, where's your shoe? Ryan, off. Ba. Ryan, come, off. Ba. Let's go. All right, you can go and sit. Come. Let's go. Oh. Baba, come. I'm on the baby. Yeah, Anna baby, come. Yeah, man, come on. ഇവിടെ ഇപ്പം പ്രോപ്പർ സമ്മറൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് സർപ്രൈസിംഗ്ലി ഭയങ്കര ഒരു മൂടലുള്ള ദിവസം, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, വിച്ച് ഇസ് വെരി സർപ്രൈസിങ്. Okay, go. Have fun. Love you. Where's my bag? Oh. Then you're back. Go. Bye-bye. Go. Don't be lazy. Go. Bye. Bye. Where's the bump? This bump. Go. That big. Poda. Look, Drish is coming. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് മീൽ പ്രപ്പ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. നല്ല മാങ്ങ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു, അപ്പൊ അത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ആൻഡ് what you doing? Yeah. ഇവിടെ നമുക്ക് ലെമൺ ട്രീ ഉണ്ടല്ലോ, അപ്പം ആ ലെമൺ ട്രീയിൽ ഒത്തിരി ലെമൺസ് ഉണ്ടാകുമ്പോൾ എക്സസ് വരും. ആൻഡ് അപ്പോൾ ചീത്തയാവാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ പിടിഞ്ഞിട്ട് ഐസ് ട്രേയിലാക്കിയിട്ട് ഐസ് ക്യൂബ്സ് ആക്കി, അത് ലെമൺ ക്യൂബ്സ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്കിൽ ഇട്ട് വെക്കും. സോ ഇതുണ്ട്, ഇങ്ങനെ കുഞ്ഞു ക്യൂബ്സ് കിട്ടും. അപ്പോൾ എല്ലാ തവണ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കേണ്ടി, അപ്പം ഇങ്ങനെ പിടിയൊന്നും വേണ്ട, ആ ഒരു ഒറ്റ ക്യൂബ് ഇട്ട് അങ്ങ് കുടിച്ചാൽ മതി. ഭയങ്കര സൗകര്യം, അതുകൊണ്ട് നല്ലതായിട്ട് നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് സ്പെഗറ്റി ഉണ്ടാക്കാനായിട്ട്. സോ നമ്മുടെ ലഞ്ചിനും ഡിന്നറിനും കൂടെ അതായി. ബുബാ താഴെ വീടുവിടാ. താങ്ക് യു, വെൽ ഡൺ. അപ്പം ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ. Now my turn. Second bubbly. Now my turn on my own. Pour. നമുക്ക് വേഗം ഒന്ന് ലഞ്ചും കൂടെ ആക്കാം. സോ ലഞ്ചിന് സ്പെഗറ്റി ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇനിയിപ്പം
ഇത് നമ്മുടെ ബൊലോനേസ് ഞാനിങ്ങനെ നേരത്തെ ഉണ്ടാക്കിയത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു ക്യൂബ്സ് ആയിട്ട്. അപ്പം ഞാൻ ക്യൂബ്സ് ആക്കുന്നത് എല്ലാം കൂടി ഒരു മീൽ കഴിച്ചില്ലെങ്കിലും നമുക്ക് വേറെ വേറെ മീലായിട്ട് നമുക്ക് കഴിക്കാം. ഇന്നിപ്പം ഒരു ബിഗർ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാം കൂടി എടുക്കുകയാണ്. ബട്ട് ദിസ് ഇസ് വെരി കൺവീനിയൻറ്റ്. നമുക്കിപ്പം ടൈമൊക്കെ ഇല്ലെങ്കിൽ ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് നാൾ നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമ്മുടെ സ്പെഗറ്റിക്ക് അകത്തോട്ടിടാം. ആ പാസ്ത ബോയിൽ ചെയ്ത വാട്ടറും കൂടെ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്, ഇതൊന്ന് ലിക്വിഡി ആവാനായിട്ട്. ആൻഡ് ക്രീം as well. നമുക്കിനി എന്തായാലും ഡീക്ലട്ടറിലോട്ട് കയറാം. സോ ദിസ് റൂം ഇസ് ക്വയറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഇപ്പം പപ്പയും മമ്മിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി റൂം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ കോലത്തിൽ എനിക്ക് അവർക്ക് റൂം കൊടുക്കാൻ പറ്റില്ല. സോ ലെറ്റ് മീ ക്വിക്ക്ലി ഗെറ്റ് ദാറ്റ് ഡൺ. കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കിയ തേച്ച് വെച്ചു. സോ അത് എല്ലാം ഇവിടെ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വരുന്ന ഒരു റൂമായതാണ്. സോ ഐ ജസ്റ്റ് ഹാവ് ടു ലൈക്ക് ക്ലീൻ ഔട്ട് the bed and everything, and also like this cupboard has like a lot of junk in it, so adu ella ഒന്ന് clean up cheyanam. So let me start that. അപ്പോൾ ഇവർ കബേർഡ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സോ എം ടി ആക്കി വെച്ചാൽ പിന്നെ അവർക്ക് സാധനങ്ങളൊക്കെ അവരുടെ ഇഷ്ടംപോലെ വെക്കാമല്ലോ. ഓ മൈ ഗോഡ്, ഷോ മീ യുവർ ഹാൻഡ്. ഓ മൈ ഗുഡ്നെസ്, ഇവളെ ബിസി ആക്കി വെക്കാനായിട്ട് ഇവളെ തന്നെ കണ്ടുപിടിച്ച രീതിയാണ്. ഹാൻഡ് ഇസ് കവേർഡ് ഇൻ സ്റ്റിക്കേഴ്സ്. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കബേർഡ്. ആൻഡ് ദിസ് കബേർഡ് ഇസ് ലൈക്ക്, ഞാൻ ഇങ്ങനത്തെ ഹാങ്ങിങ് ഷെൽഫ്സ് മേടിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചേക്കാനായിട്ട്. അപ്പം നമ്മുടെ ഡ്രസ്സെല്ലാം വെക്കാനായിട്ട് പെർമനൻറ്റ് ഷെൽവിങ് ഇല്ലെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. അതുപോലെ തന്നെ മറ്റേ ടോയ്ലറ്ററീസും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു ഹാങ്ങിങ് ഷെൽഫും. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയി. സോ നേരത്തെ റെഡിയാക്കി വെച്ച സ്പെഗറ്റി ബൊലോനൈസ് ആണ് ഇന്ന് നമുക്ക് ലഞ്ചിന്. ആൻഡ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇടുന്നതുകൊണ്ട് അവരൊട്ട് സ്പൈസ് കഴിക്കില്ല, അതുകൊണ്ട് അവരുടെ ഒട്ടും തന്നെ സ്പൈസ് ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് എരിവ് വേണ്ടിയുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്താണ് ഇത് കഴിച്ചത്. ഇത് പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ള സാധനം അവർക്ക് ഇരുത്തി കഴിപ്പിക്കാനും എളുപ്പമാണ്. ലഞ്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പക്ഷെ എന്തായാലും എനിക്ക് തുടങ്ങിയാൽ പിന്നെ തീർക്കാണ്ടും വയ്യ. അപ്പോൾ എന്തായാലും വേഗം തീർക്കട്ടെ. ഉടനെ മോനെ പോയി പിക്ക് ചെയ്യണം ഒരു 1 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഇത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യട്ടെ.
എല്ലാം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി അത്യാവശ്യം എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആ ബെഡ്റൂം ആൻഡ് ആ ബാത്റൂം എല്ലാം ഇപ്പോൾ സെറ്റായി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഐ തിങ്ക് കുറച്ചുകൂടെ ഞങ്ങളുടെ ബാത്റൂമൊക്കെ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, മോളും കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു പേസിലും ഒന്നും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവളുടെ കാര്യങ്ങൾ നോക്കണം, ദാറ്റ് അവളുടെ കളിക്കണം, അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾക്കും നല്ലപോലെ ഒരു ഡിലേ വരും. ബട്ട് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ലൈഫ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ ഓരോന്ന് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ചെയ്താൽ ഇതുപോലെ എന്തെങ്കിലും അൺസർട്ടനായിട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് അങ്ങ് ഭയങ്കര വെപ്രാളോ ഒന്നും തന്നെ ശരിക്കും ചെയ്യാനും പറ്റില്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സമയമായി, മോനെ പിക്കാൻ സമയമായി, അതിനിറങ്ങട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് എനിക്കൊരു ടീം പാർട്ടി ഉണ്ട്. ഇനിയിപ്പോൾ അതിനായിട്ട് ഒരുങ്ങി ഇറങ്ങണം. സോ അതിനൊക്കെ ഉള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം അവനെ പോയി പിക്ക് ചെയ്യട്ടെ. ഒരു ഓഫീസ് പാർട്ടി ഉണ്ട്, അതിലൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. മറ്റേ നമ്മുടെ ഇപ്പം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനും എൻഡ് ഓഫ് ഇയർ ക്രിസ്മസ് പാർട്ടീസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും അതിനിറങ്ങട്ടെ. പാർട്ടി സിറ്റിയിലായതുകൊണ്ട് ട്രെയിൻ പിടിച്ചാണ് ഞാൻ പോയത്. ആൻഡ് അവിടെ നല്ല ഡ്രിങ്ക്സും ഫുഡും നല്ല കുറേ കോൺവെർസേഷൻസും ഒക്കെ ആയിട്ട് ടീമിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ ഇന്ന് മൊത്തത്തിൽ എനിക്കൊരു നല്ല പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടാണ് തോന്നിയത്. ഐ ഹാഡ് എ മിക്സ് ഓഫ് മെനി ഡിഫറെൻറ്റ് തിങ്സ്. ആൻഡ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു പാഴ്സലും കൂടെ ഒക്കെ എടുത്ത് എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. Hope you all have a lovely day. Thank you for watching. Bye bye.